വിശദമായ വാർത്തകളിലേക്കാണ്. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള കർമ്മ പരിപാടികൾ തയ്യാറാക്കാനായി ക്രമസമാധാന ചുമതലയുള്ള ADGP വിളിച്ച യോഗം പൂർത്തിയായി. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ ബ്ലാക്ക് സ്പോട്ടുകളിൽ പരിശോധന കർശനമാക്കും. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, യോഗം പൂർത്തിയായിരിക്കുന്നു. യോഗത്തിലെ പ്രധാന തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? വിശദാംശങ്ങൾ. ബൃന്ദ, സംസ്ഥാനത്ത് റോഡപകടം രൂക്ഷമായി വരുന്ന സാഹചര്യത്തിൽ ഈയിടെ കുറെ റോഡപകടത്തിന്റെ പരമ്പരകളുണ്ടായിരുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തി അതിനെ എങ്ങനെ നിർവചനം ചെയ്യാം നടക്കമുള്ള തീരുമാനങ്ങളിലേക്കാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും കടക്കുന്നത്. അതിന്റെ ഭാഗമായി ഇരുപക്ഷവും ചേർന്നുള്ള ഒരു സംയുക്ത യോഗമുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് ഓൺലൈനായിരുന്നു ADGP മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ ഈ യോഗം ചേർന്നത്. ഈ യോഗത്തിൽ പ്രധാനമായും എടുത്ത തീരുമാനം കർശനമായ നിയന്ത്രണം ഉണ്ടാകണം. അതായത് ഈ റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണങ്ങളെ അമിത വേഗത, മദ്യപിച്ചുള്ള വാഹനം ഓടിക്കൽ എന്നടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന കർശനമാക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ഇല്ലാതെയുള്ള യാത്ര, അശ്രദ്ധമായ വാഹനം ഓടിക്കൽ എന്നിവയ്ക്കും ഗതാഗത നിയമലംഘനങ്ങളായി കണക്കിലെടുക്കുന്ന ഈ എല്ലാ കാര്യങ്ങൾക്കും കർശന നിയന്ത്രണം കൊണ്ടുവരും. ഇതുമായി ബന്ധപ്പെട്ട പരിശോധന ശക്തമാക്കാനാണ് തീരുമാനം. ആദ്യഘട്ടത്തിൽ അപകട സാധ്യത കൂടിയ മേഖലകളിൽ തന്നെ പരിശോധന കർശനമാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പും പോലീസും തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യഘട്ടമായി അവിടെ തന്നെ പരിശോധനകൾ ആരംഭിക്കും. റോഡ് സുരക്ഷാ അതോറിറ്റി യോഗങ്ങൾ എല്ലാ ജില്ലയിലും സംഘടിപ്പിക്കാനുള്ള തീരുമാനവുമായിട്ടുണ്ട്. റോഡ് ഘടനയിലും ട്രാഫിക്കിലും വരുത്തേണ്ട മാറ്റങ്ങൾ രൂപരേഖ, അതായത് മാറ്റങ്ങൾക്കുള്ള എല്ലാ ജില്ലകളിലും പ്രത്യേകം അദാലത്തുകൾ നടത്താനും തീരുമാനമായിട്ടുണ്ട്. ഹൈവേകളിൽ സ്പീഡ് റഡാറുകൾ ശക്തമാക്കും. ആൽക്കോമീറ്റർ എന്നിവയുടെ എല്ലാ ഹൈവേ പോലീസിന്റെ കയ്യിലും ആൽക്കോമീറ്റർ നൽകും. അങ്ങനെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാക്കി ഹൈവേ പോലീസിനെ മാറ്റും. അത് ഇപ്പോഴും പ്രവർത്തിക്കുകയാണ്. അത് കൂടുതൽ ശക്തമാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എല്ലാ സംസ്ഥാന പാതകളിലും ചെറുറോഡുകളിലും AI ക്യാമറകൾ ഇല്ലാത്ത മേഖലകളിൽ AI ക്യാമറ വയ്ക്കണമെന്നുള്ള ശുപാർശ നൽകാൻ റേഞ്ച് IGക്ക്, ട്രാഫിക് IGക്ക് ADGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും കർശനമായ നിലപാടുകൾ എടുക്കുന്നുണ്ട്. പോലീസ്, മോട്ടോർ വാഹന വകുപ്പും നല്ല രീതിയിലുള്ള ഒരു ശ്രമകരമായ ഒരു ദൗത്യത്തിലേക്ക് പോവുകയാണ്. അതിശക്തമായ ഒരു പരിശോധന ഉണ്ടാകും. അപകടം ഉണ്ടാകും സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ആദ്യഘട്ടത്തിൽ ഈ പരിശോധന ഉണ്ടാകും. ഏതായാലും കാര്യമായി ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ അപകടം കുറയ്ക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ന് ചേർന്ന യോഗത്തിൽ ശേഷം പോലീസിനും അതോടൊപ്പം മോട്ടോർ വാഹന വകുപ്പിനും തീരുമാനമായിരിക്കുന്നത്. ഏതായാലും വലിയ പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ ഈ പോലീസിന്റെ ആ ഒരു നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത്. ശരി വിഷ്ണു.